വട്ടക്കുളം ഗ്രാമിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ തിന്മകൾക്കെതിരെ ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ സാംസ്കാരിക സദസ്സും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറും കഥാകൃത്തുമായ VS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അവിടെ ഇപ്പോൾ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാണ്. പണ്ട് ആരും അങ്ങോട്ട് നോക്കൂല, ഇവിടെയും കിട്ടാത്തവനെ അവിടെ കൊണ്ട് ചേർക്കുള്ളൂ. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തിനാ ഇങ്ങനെ എന്നെ ഇവിടെ കൊണ്ട് ചേർത്തതെന്ന് പിന്നീട് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ അവിടെ ചേരുന്നവരെ നല്ല സ്കൂളായിരുന്നു, അതിനുശേഷമാണ് അത് മോശമായതെന്ന്. ഞാൻ പറഞ്ഞു സന്തോഷം. അത് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ള അച്ഛൻ്റെ ഒരു ആദർശം വെച്ചിട്ടാണ് അച്ഛൻ അവിടെ കൊണ്ടുപോയി ചേർത്തത്. പക്ഷെ അന്നത്തെ ഗവൺമെന്റ് സ്കൂളുകളും ഇന്നത്തെ ഗവൺമെന്റ് സ്കൂളുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് അധ്യാപകർക്ക് ആത്മബോധമുണ്ടായി എന്നുള്ളതാണ്. എന്തെല്ലാം കാരണം പറഞ്ഞാലും, എന്തെല്ലാം നല്ല കാരണമായാലും മോശം കാരണമായാലും അധ്യാപകർക്ക് ആത്മബോധമുണ്ടായി എന്നുള്ളതും അഭിമാനബോധമുണ്ടായി എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റമായി ഞാൻ കാണുന്നത്. ആ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മാറ്റം കൊണ്ടാണ് ഇപ്പോൾ കുറേയൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം കുറച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ കരുതുന്നു. ആരോഗ്യമുള്ള സമൂഹമാണ് ഏതൊരു നാടിന്റെയും കരുത്ത്. അതിന് ചാലകശക്തിയാകേണ്ട വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മയക്കുമരുന്നിന്റെ മായാലോകത്തെത്തിക്കാൻ വലവിരിച്ച് കാത്തിരിക്കുകയാണ് ചിലർ. കൗമാരവും യുവത്വവും മയക്കുമരുന്നിന് അടിമപ്പെടുമ്പോൾ തകർക്കപ്പെടുന്നത് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ്. വർദ്ധിച്ചുവരുന്ന മദ്യാസക്തിയും മാരക വിപത്തായി മാറിയ മയക്കുമരുന്നും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാന ജീവിതം തകർക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇത്തരം സാമൂഹ്യ തിന്മകൾക്ക് എതിരെ വിപുലമായ പ്രചരണത്തിനാണ് ഗ്രാമിക തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ സാംസ്കാരിക സദസ്സും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കരാറിനകത്തെ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും നടത്തിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പും വിമുക്തി മിഷൻ കണ്ണൂരും ആണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഏകപാത്ര നാടകം രസതന്ത്രം അരങ്ങിലെത്തിച്ചത്. പ്രഭുനാഥ് PC ആണ് അവതരണം നടത്തിയത്. CH റിഷാദാണ് സംഗീതം. സ്വപ്നേഷ് ബാബു രചനയും ജിജു ഒറപ്പടി സംവിധാനവും നിർവഹിച്ചു. ചിരിക്കുന്നത് നല്ലതല്ലേ? പിന്നെ ഞാൻ എന്തിനാ ഇപ്പോ കരഞ്ഞെന്നായിരിക്കും. ചിരികള് പലവിധത്തിലുണ്ടല്ലോ. പുഞ്ചിരികള്, പൊട്ടിച്ചിരികള്. ചിരിച്ച് ചിലപ്പോ നാം നമ്മെ തന്നെ മറക്കാറില്ലേ? പരിസരം മറന്നുള്ള ചിരി, കൂട്ടക്കൊലകൾ, പീഡനങ്ങൾ, ചുട്ടുപൊള്ളുന്ന ചൂട്, പ്രളയം, ഇതെല്ലാം മറന്ന് നാം ഇങ്ങനെ ചിരിക്കാറില്ലേ? ചടങ്ങിൽ ഗ്രാമിക ചെയർമാൻ ചന്ദ്രൻ മുള്ളങ്കണ്ടി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി VV ക്ലാസ് നയിച്ചു. നമുക്ക് പൊതുവെ നമുക്കെല്ലാം ഉണ്ടാകുന്നൊരു കാര്യമാണ്, നിങ്ങൾ എന്ത് വൃത്തികേടും ചെയ്തോ പക്ഷെ ആരും കാണാൻ പാടില്ല. ആരും ഇല്ലെങ്കിൽ നമ്മുടെ കപട ധാർമ്മികത എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആരും കാണുന്നില്ലെങ്കിൽ എന്ത് വൃത്തികേടും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ് പലപ്പോഴും മലയാളികൾ എന്ന് പറയാറുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ കപട ധാർമ്മികത എന്ന് പറയുന്നത് മാറ്റുക, മനുഷ്യൻ പ്രകൃതിയിലെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയുക. എല്ലാ ജീവജാലങ്ങളും, കോടിക്കണക്കിന് സ്പീഷ്യസ് ഉള്ള ജീവജാലങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അതിലൊന്നായിട്ടുള്ള ഈ മനുഷ്യനും ഈ ഭൂമുഖത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാമൂഹ്യ തിന്മക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടം അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത്. കോഴിക്കോട് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ C പ്രമോദ്, കോർപ്പറേഷൻ കൌൺസിലർ KV അനിത, വിനീതൻ ആയാടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു.